ദിലീപിനോട് കാണിക്കാത്ത ഇത്രയും കോൺഷ്യസ്നെസ് പ്രിക്കോഷൻസ് ആയിരുന്നു ഈ പറയുന്ന ഷിംജിത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നത്, റിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ദേഹം വെറ്റായിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് ആരോ എന്റെ ദേഹത്ത് യൂറിൻ പാസ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും സെൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. ജാക്കി വെക്കാൻ ബസ്സിൽ കയറാൻ പറ്റുന്നതിന് കാരണം ഈ സ്ത്രീകളുടെ വൾണറബിലിറ്റി ഭയവുമാണ്. ഒരു ഓട്ടോക്കാരൻ അതിലിരുന്ന് മാസ്റ്റുർബേറ്റ് ചെയ്യാം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്. അപ്പൊ ഇതേപോലെ മകളെ എന്റെ അടുത്തിരുന്നിട്ട് അച്ഛൻ ചാരി നിൽക്കുകയാണ് KSRTC ബസ്സിൽ. ഞാൻ റെസ്പോണ്ട് ചെയ്യാളോട് മകളുടെ മുമ്പിൽ വെച്ച് എഴുന്നിട്ട് അടിക്കണോ, ചീത്ത വിളിക്കണോ? ചേച്ചിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈവൻ ചേച്ചിക്കാണ് ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്, ആരെങ്കിലും ചേച്ചിനെ ബാഡ് ആയിട്ട് ടച്ച് ചെയ്താൽ ചേച്ചി എങ്ങനെ റിയാക്ട് ചെയ്യും? ആ സമയത്ത് വീഡിയോ എടുക്കും? ഞാൻ പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ പെട്ടെന്ന് വരുന്ന റിയാക്ഷൻ ഞാൻ പറയുന്ന എനിക്ക് ഫസ്റ്റ് ഇതുണ്ടാവുന്ന സമയത്ത് എനിക്ക് അറിയത്തുപോലും ഇല്ല എന്താ സംഭവിച്ചത്. അത് വളരെ ടീനേജ് ടൈമിലാണ്. അപ്പൊ എന്റെ ദേഹം വെറ്റായിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് ആരോ എന്റെ ദേഹത്ത് യൂറിൻ പാസ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും സെൻസ് എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി കസിൻ അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്നെ കവർ ചെയ്ത് കൊണ്ടുവന്നു. കോട്ടയത്ത് ബസ് സ്റ്റാൻഡ് വെച്ചാണ് ഇറങ്ങുമ്പോഴാണ് നടക്കുന്നത്, KSRTC ബസ്സിൽ തന്നെ. ആൻഡ് ദെൻ ഐ ഒബ്സർവ്ഡ് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാനും അമ്മായും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ ഇരുന്ന ഒരു ചേച്ചി ഇതേപോലെ അൺകംഫർട്ടബിൾ ആയിട്ട് അയാൾ അങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷെ അയാളുടെ ഹിപ്പ് ഇങ്ങോട്ടാണ്. ആ പേഴ്സൺ ഇസ് നോട്ട് അഡ്രസ്സിങ് യു. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല അയാൾ നമ്മളെ നോക്കിയാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചേട്ടനോട്, അതും ഭയങ്കര തൃപ്പൂത്തൊക്കെ, ചെങ്ങന്നൂർ അമ്പലത്തിലെ തൃപ്പൂത്തിന് ഒരു ഉള്ളി മണ്ണിടാനുള്ള സ്ഥലം കാണില്ല, ആളുകൾ അത്രയും ഉണ്ടാവും, വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അവർ അമ്പലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് വേറെ തന്നെ ചിന്തകളുണ്ട്, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അവരെ തെള്ളുന്നു. അപ്പൊ കുറെ നേരമായിട്ട് എനിക്ക് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ അമ്മ ഒക്കെ പിച്ച് പറിക്കുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞ് എന്റെ കൺട്രോൾ വിട്ടിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. ചേച്ചി അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ് മുഴുവൻ. ഷീ ഈസ് നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ഹിം. അത്രയും നാണംകേട് ആണ് അവർക്കത് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു മാറി നിൽക്കുന്നു. അപ്പൊ തന്നെ ആൾക്കാർ അഡ്രസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറയണ്ട, ഇത്രയും നേരമായിട്ട് എന്തായാലും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആർക്ക് റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നല്ലോ, ആ ചേട്ടൻ ഇറങ്ങിപ്പോട്ടെ. ബെല്ലടിച്ച് ആ ചേട്ടനെ ഇറക്കിയിട്ടു. അതിപ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി തന്നെയാണ്? അല്ല, ഭർത്താവ് അമ്മയും ഫ്രണ്ടിലുണ്ട്. അവർക്ക് അങ്ങനെയാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്, അവരങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത് വേറൊരു ചിന്താഗതിയുടെ ഭാഗമാണ്. ഇത് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കാണ് നാണക്കേടെന്ന് സ്ത്രീകൾ വിശ്വസിക്കും. അതാണ് അതിന്റെ ബേസിക് കാരണം. ഈ പറയുന്ന ആൾക്കാർക്ക് എന്താ പച്ച ഭാഷയിൽ പറഞ്ഞാൽ ജാക്കി വെക്കാൻ ബസ്സിൽ കയറാൻ പറ്റുന്നതിന് കാരണം ഈ സ്ത്രീകളുടെ വൾണറബിലിറ്റി ഭയവുമാണ്. മൊറാലിറ്റിയോടുള്ള അതിതീവ്രം, അല്ലെ സമൂഹത്തിൽ അവരെ കാണുന്നതിന്റെ ഒരു ഇമേജിന്റെ പേടിയാണ്. ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് അത് അവർ ചെയ്യുന്നത്. അത് കാലാകാലങ്ങളായി അടിച്ചേപ്പിച്ചേക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചും കൂടി വളർന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഗേൾസ് എടുത്തിടാൻ തുടങ്ങുന്നത്. മേ ബി ഒരു 4-5 വീഡിയോസ് ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതുപോലെ ഗേൾസിന് ഉണ്ടാവുന്ന സാധനങ്ങൾ 4-5 വീഡിയോസ് ആയിരിക്കും ബസ്സിൽ ഉണ്ടാവും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, റിയാക്ട് ചെയ്തവരുണ്ട്. ഇവൻ ഞാൻ വരെ ബസ്സിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പാനിക് ആവുന്ന സമയത്ത് നമ്മൾ റിയാക്റ്റാ ചെയ്യുന്നത്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. ഫ്രം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടിച്ചിട്ടുണ്ട്, ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് ഒന്നും അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് പറയും മിണ്ടാതിരി. എറണാകുളത്ത് ബെസ്റ്റ് ഞാൻ ഇവർ ഓട്ടോ എടുത്തിട്ട് പാലാരിവട്ടത്തുനിന്ന് നമ്മുടെ മറ്റേ ഹോസ്പിറ്റൽ ജംഗ്ഷനല്ലേ അവിടെ വരെ പോകണം, മെഡിക്കൽ ട്രസ്റ്റിന്റെ ജംഗ്ഷൻ വരെ പോകുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരൻ അതിലിരുന്ന് മാസ്റ്റുർബേറ്റ് ചെയ്യണം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട്. ഞാനിങ്ങനെ സ്റ്റക്കാണ്. ഞാൻ എന്നിട്ട് വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. ഒരു പബ്ലിക് സ്പേസിൽ ചേട്ടൻ, അപ്പൊ അയാൾ ഊട് വഴി എടുത്തിട്ട് പോകണം. റോഡ് പണിയാണ്, മെയിൻ റോഡിലെല്ലാം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്ത് വേണേലും കാണിച്ചോട്ടെ എന്ന് വെച്ചു. ഞാൻ അനങ്ങിയില്ല, ഞാൻ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ സീ ഇൻ ദിസ് ആംഗിൾ ഇൻ ദ മിറർ. മനസ്സിലായി? ഒരു സൈഡിലുള്ള മിററിൽ എനിക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കുന്നത്. ഞാൻ എന്താണെന്നറിയില്ല, മൂവ്മെന്റ് ഉണ്ട് എനിക്കറിയാം. അയാൾ അതിനുശേഷം അവിടുന്ന് തോർത്തെടുക്കുന്ന എല്ലാം കണ്ടു. മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഞാൻ ട്രാഫിക് പോലീസുകാരനെ വിളിച്ചു. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇയാൾ എന്നോട് പൈസ ചോദിച്ചു. അപ്പൊ എക്സാക്ട്ലി ഉണ്ടായ എന്റെ പല സമയത്ത് പല റിയാക്ഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. അയാളോട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നോട് പൈസ ചോദിക്കുന്നു, ചേട്ടന്റെ പേരെന്താ ചോദിച്ചു. പറഞ്ഞു രമേശ്. അയാളുടെ പേര് രമേശ് എന്നായിരുന്നു. ഞാൻ പുള്ളിയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഇയാൾ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, ഇയാളുടെ ആ ടവലിൽ ഇതിനുള്ള തെളിവുണ്ട്. ഞാൻ ഇയാളെ നോക്കിയിട്ടില്ല, ഞാൻ ഇയാളെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല, ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഒന്നും റിവീൽ ചെയ്യുന്നതായിട്ട് ഇരുന്നിട്ടില്ല. സോ ബട്ട് ഹി ഡിഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ പ്രൂവ് ഇറ്റ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയും ഇതൊക്കെ പറയുന്ന നാണംകേടാ. ട്രാഫിക് പോലീസാണ് പറയുന്നത്, കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. ഇതൊക്കെ പറയുന്ന നാണംകേടാണ്, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, പോട്ടുപോട്ടെന്ന്. അപ്പൊ ഞാൻ ഓട്ടോക്കാർ ചേട്ടന്മാരെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെയും കൂടെ പേര് കളയുന്ന ഇയാളാണ്. റെസ്പോണ്ട് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. അതിനു മുമ്പ് ഞാൻ അടിച്ചിട്ടുണ്ടാവാം, ഞാൻ ഫിസിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാനാണെങ്കിൽ ഒരു അച്ഛനും മകളും കൂടെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഇതേപോലെ മകളെ എൻ്റെ അടുത്തിരുന്നിട്ട് അച്ഛൻ ചാരി നിൽക്കുകയാണ് KSRTC ബസ്സിൽ. ഞാൻ റെസ്പോണ്ട് ചെയ്യാളോട് മകളുടെ മുമ്പിൽ വെച്ച് എഴുന്നിട്ട് അടിക്കണോ, ചീത്ത വിളിക്കണോ? കുറച്ച് പോകത്തില്ല, ആ കുട്ടിക്ക് ട്രോമയാവില്ല. കുട്ടി എന്തോ സെൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ മകളെയും കൊണ്ട് കയറുമ്പോൾ ഇങ്ങനെയല്ല കാണിക്കണം. ഞാൻ ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞു മാറി നിൽക്കുന്നു. അയാൾ മാറി നിന്നു.
സോ ദർ ആർ ഡിഫറെന്റ് വേ. അതിനുശേഷം പബ്ലിക് സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാത്ത ടച്ച് ഉണ്ടാവുന്നു. ഞാൻ ഇങ്ങനെ കമ്പ് പിടിച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ട്, എനിക്കറിയാം. ഇപ്പൊ ഇത് കാണുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹിമ എന്ന് പറഞ്ഞ കുട്ടി, അവളുടെ അനിയത്തി, ഇവരെല്ലാം കൂടെ വരുമ്പോൾ ഇവർക്ക് സാധാരണ പാവം കുട്ടികളാണ്. അപ്പൊ ഞാൻ കൊണ്ട് ഒന്നും പേടിക്കട്ടെ, ആരെങ്കിലും വരേണ്ടത് നമുക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട്, അതായത് ഷിംജിത ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ട് താൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഷിംജിത ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാവുന്നൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. പിന്നെ നിയമ സംഘടന അല്ലെങ്കിൽ നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നിയമപാലകർ ഭയങ്കര സ്ലോയും ഇൻഫ്ലുവൻസ്ഡ് ആകാറുണ്ട് പവറിൽ. അത് ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമല്ല, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻഫ്ലുവൻസ്ഡ് ആവാത്തതോ അല്ലെ മോബിന്റെ ഒരു ഇൻഫ്ലുവൻസോ അല്ലെ മെജോറിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതോ പവറിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതോ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നിയമപാലകർ നിയമവും നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ പറയുന്ന ദിലീപിനോട് കാണിക്കാത്ത ഇത്രയും കോൺഷ്യസ് ലൈക്ക് യുനോ പ്രിക്കോഷൻസ് ആയിരുന്നു ഈ പറയുന്ന ഷിംജിതയുടെ കാര്യത്തിൽ എടുക്കുന്നത്, റിമാൻഡ് ചെയ്യുന്നതും. വാട്ട് സോർട്ട് ഓഫ് പ്ലേസ് ഇസ്